JM ടോക്സിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ട് വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചു. രാജ്യം മുഴുവൻ അത് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പ്രമുഖ പത്രങ്ങളും അത് സംബന്ധിച്ച് മുഖപ്രസംഗം എഴുതി കഴിഞ്ഞു. എന്താണ് അദ്ദേഹം ഉന്നയിച്ച ആരോപണം? 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പോളിംഗിൽ വലിയ ക്രമക്കേട് നടന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹം ആരോപിച്ചത്. എന്താണ് ക്രമക്കേട്? അദ്ദേഹം പ്രധാനമായും 4 ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന്, സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് പ്രകാരമുള്ള വോട്ടർമാരെക്കാളിലും കൂടുതൽ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടി. അതിൻ്റെ കണക്ക് സഹിതമാണ് അദ്ദേഹം ആരോപിക്കുന്നത്. രണ്ടാമത്തേത്, അവിടെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 5 വർഷം കൊണ്ടുണ്ടായ വോട്ടർമാരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ വോട്ടർമാരുടെ എണ്ണം അതിനുശേഷം 5 മാസം കൊണ്ടുണ്ടായി. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 9 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 30 ലക്ഷത്തിൻ്റെ മാത്രം വർധനയാണ് ഉണ്ടായത്. 9 കോടി 30 ലക്ഷം. എന്നാൽ പിന്നീട് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നത് 5 മാസത്തിന് ശേഷമാണ്. ഈ 5 മാസം കൊണ്ട് വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായത് 40 ലക്ഷം വോട്ടിൻ്റെ വർധന. ഇത് വളരെ അവിശ്വസനീയമാണ്. ഇതിനകത്ത് ക്രമക്കേട് നടന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആരോപണം. രണ്ടാമത്തെ ആരോപണം ഈ പോളിംഗ് ശതമാനം സംബന്ധിച്ചൊക്കെയുള്ള ആരോപണങ്ങളാണ്. അദ്ദേഹം പറയുന്നത്, ഈ പോളിംഗ് നടന്ന ദിവസം ഈ വോട്ടർമാരുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ചതനുസരിച്ചുള്ള തിരക്കുകളൊന്നും ഒരിടത്തും കണ്ടില്ല. വോട്ടർമാരുടെ ക്യൂ തന്നെ ഒരു ബൂത്തുകളിലും കാണാനില്ലായിരുന്നു. വൈകുന്നേരം 5 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുവരെ നടത്തിയ പോളിംഗിൻ്റെ കണക്ക് പുറത്തുവിട്ടപ്പോൾ 58%. എന്നാൽ പിറ്റേ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക കണക്ക് പുറത്തു വന്നപ്പോൾ അത് 66% ഉയർന്നു. സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സംഭവിക്കുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തലേദിവസം വൈകുന്നേരം പുറത്തുവിടുന്ന കണക്കിനെക്കാട്ടിലും പിറ്റേ ദിവസം ഔദ്യോഗിക കണക്ക് ചില വ്യത്യാസം വരും. പക്ഷേ അതൊക്കെ ഒരു 0.5% അല്ലെങ്കിൽ 1% വർദ്ധിക്കാറുള്ളൂ. മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് 6% വർധനയാണ് വന്നിരിക്കുന്നത്. അത് സാധാരണ ഒരിക്കലും സംഭവിക്കാറുള്ള കാര്യമല്ല. അപ്പോൾ ഇത്രയും വർധന എങ്ങനെ സംഭവിച്ചു? രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം, 5 മണിക്ക് ശേഷം ഈ പറയുന്ന യാതൊരു തിരക്കും വിരലെണ്ണാവുന്ന പോളിംഗ് ബൂത്തിലല്ലാതെ ഉണ്ടായിട്ടില്ല. നീണ്ട ക്യൂ ഒരിടത്തുമില്ലായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്ന പലയിടത്തും 500-600 പേര് ക്യൂ നിൽക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് തെളിവുകളൊന്നുമില്ല. ഇതേക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. മൂന്നാമത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, മഹാരാഷ്ട്രയിലാകെ 1 ലക്ഷം പോളിംഗ് ബൂത്തുകളാണുള്ളത്. ഇതിൽ 12,000 പോളിംഗ് ബൂത്തുകളിലാണ് കൂടുതൽ വോട്ടർമാരെ ചേർത്തതായിട്ട് കണക്ക് കാണിക്കുന്നത്, അല്ലെങ്കിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ സീമാതീതമായ വർധനയുള്ളതായി കണക്ക് കാണിക്കുന്നത്. ഈ 12,000 ബൂത്തുകളിലാണ് ഈ പോളിംഗ് ശതമാനം ഉയർന്നതായിട്ടും കാണിക്കുന്നത്. ഈ 12,000 വോട്ടുകളിലാണ് BJPക്ക് കൂടുതൽ വോട്ടുകൾ കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഭൂരിപക്ഷം കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നത്. ഇതും സംശയമുളവാക്കുന്ന കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ ആരോപണങ്ങൾ നിലനിൽക്കെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ സമാനമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആകെയുള്ള വ്യത്യാസം, രാഹുൽ ഗാന്ധി പറഞ്ഞത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണെങ്കിൽ കേരളത്തിൽ ഇത് തെരഞ്ഞെടുപ്പിന് പോളിംഗിന് മുമ്പ് തന്നെ ഈ ആരോപണം അന്നത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരുന്നു. രമേശ് ചെന്നിത്തല അന്ന് പറഞ്ഞത്, കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ലക്ഷക്കണക്കിന് കള്ളവോട്ടുകൾ അല്ലെങ്കിൽ വ്യാജ വോട്ടുകൾ കടന്നുകൂടി എന്നുള്ളതാണ്. അദ്ദേഹം വെറുതെ പറയുകയായിരുന്നില്ല. അദ്ദേഹം 4 ലക്ഷം വോട്ടുകളുടെ കണക്ക് ഹാജരാക്കി. 4 ലക്ഷം വോട്ടുകൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. ഇത് സംബന്ധിച്ച് കോടതിയിൽ കേസ് വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നിഷേധിച്ചു. അപ്പോൾ രമേശ് ചെന്നിത്തല അവിടെ 4 ലക്ഷം വ്യാജ വോട്ടിൻ്റെ രേഖ ഹാജരാക്കി. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത നിലപാട് ആകെ 38,000 വോട്ടുകൾ മാത്രം വ്യാജമുള്ളൂ. എന്താണ് വ്യാജ വോട്ട് എന്ന് പറയുന്നത്? ഒരു വ്യക്തിയുടെ തന്നെ പേരിൽ പല വിലാസത്തിൽ പല മണ്ഡലങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തുക. ഒരേ പേര് ഒരേ ഫോട്ടോ, പക്ഷേ പല വിലാസം. അതുപോലെ തന്നെ ഒരേ ഫോട്ടോ പക്ഷേ പല പേര്. ഇത്തരത്തിൽ ധാരാളം വോട്ടുകൾ കേരളത്തിലെ മിക്കവാറും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നുവെന്ന് രേഖ സഹിതം തെളിയിക്കപ്പെട്ടു. കഴക്കൂട്ടം മണ്ഡലത്തിൻ്റെ ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളുടെ ലിസ്റ്റ് തന്നെ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു. പക്ഷേ ഇതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ആരോപണം ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി 38,000 വോട്ടുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നീക്കം ചെയ്തു. പക്ഷേ അവശേഷിച്ച വോട്ടുകളെ സംബന്ധിച്ചുള്ള തർക്കം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഈ വോട്ടുകൾ ചെയ്യപ്പെട്ടോ ഇല്ലയോ? ഏതായാലും അന്ന് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാവുകയും അത് വലിയ ചർച്ചയാവുകയും ചെയ്തുകൊണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ബൂത്ത് ഏജന്റുമാർ വളരെ ജാഗരൂകരായിരുന്നതുകൊണ്ട് കള്ളവോട്ടുകൾ അധികം ചെയ്യപ്പെട്ടില്ല എന്ന് പറയാം. എങ്കിൽ പോലും UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ എപ്പോഴും തെരഞ്ഞെടുപ്പ് നീതിനിഷ്ഠമായിട്ട് നടന്നു എന്നുള്ളൊരു ബോധ്യം വോട്ടർമാരിൽ ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് നീതിപൂർവമായി നടന്നു എന്ന് ബോധ്യമാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ചില അബദ്ധങ്ങൾ മാറണം. ഒന്ന്, യഥാർത്ഥ വോട്ടർമാരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ പേരുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരിക.
ഒരേ പേരിൽ തന്നെ ഒന്നിലേറെ വോട്ടുകൾ വരിക. ഇത് എങ്ങനെ വന്നു എന്ന് അന്വേഷിക്കാതിരിക്കുക. തീർച്ചയായും ഒരാളുടെ പേരിൽ ഒരു വോട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിന് ഓതറൈസ് ചെയ്യാൻ ഒരാൾ വേണം. അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ എങ്ങനെ ആര് രജിസ്റ്റർ ചെയ്തെന്ന് അന്വേഷണം നടത്തി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനുള്ള ശ്രമം നടന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇതിലുള്ള താല്പര്യം രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിനൊക്കെ നഷ്ടപ്പെട്ടു. എന്തായാലും രാഹുൽ ഗാന്ധി ആകട്ടെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഉന്നയിച്ചുവെങ്കിലും അദ്ദേഹം ഇതുവരെ അത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ വിശദീകരണം വന്നതിന് ശേഷം അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ പോയിട്ടില്ല. കേരളത്തിലും ഇതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്താനായിട്ട് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടില്ല, ഇലക്ഷൻ കമ്മീഷനോട്ട് അന്വേഷിച്ചിട്ടുമില്ല. അപ്പം ഇനി അടുത്ത ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ വീണ്ടും കേരളത്തിൽ ഇലക്ഷൻ വരികയാണ്. വീണ്ടും ഇതുപോലുള്ള ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ വരും. അത് വരാതിരിക്കണമെങ്കിൽ ജാഗരൂകരാവേണ്ടത് ഇലക്ഷൻ കമ്മീഷനും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി താഴെയുള്ള ബെൽ ബട്ടണിൽ അമർത്തുക.